വരയ്ക്കണമെങ്കിൽ എൻ്റെ ഹൃദയം എടുത്തു കൊടുക്കാൻ വരച്ച് നോക്കട്ടെ. എൻ്റെ ഹൃദയമാണ് വരച്ച് നോക്കുന്നത്. കാരണം ഞാൻ ശിക്ഷണം സ്വീകരിച്ചിരിക്കുന്നത് ആ സിംഹത്തിൻ്റെ അടുത്ത് നിന്നാണ്, തൊട്ട് പിന്നാലെയുള്ള ആ പുലിയുടെ നിന്നാണ്. പുലി സിംഹം പാവമാണ്. നമുക്കിടയ്ക്ക് ആ താടിയുടെ ഇടയിലോട്ട് കയറി അമർത്തി നമുക്ക് സുഖം പകർന്നെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഒഴിച്ചു. അതിന്റെ പ്രതികാര നടപടിയായിരിക്കും 5 വർഷത്തെ എന്റെ പ്രവർത്തനം. കൂടെ എന്നറിഞ്ഞിട്ട് തോന്നിയാൽ മാത്രമേ കൈയടിക്കാവൂ. എനിക്ക് എൻ്റെ ഒരു സിനിമയാണ് നഷ്ടപ്പെട്ടത് ഇലക്ഷൻ കഴിഞ്ഞ്. ആ ഒരു സിനിമയ്ക്ക് കിട്ടേണ്ട കാശ് എത്രയാണെന്ന് അതിന്റെ പ്രൊഡ്യൂസർമാർക്ക് NDA നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിന് ഒരു വരദാനമായി തന്നെ ലഭിച്ചിരിക്കുകയാണ്. ഞാൻ നന്ദി എന്ന് പറയുന്ന വാക്കിലൂന്നിയുള്ള ഒരു ഹൃദയപരമായ പ്രകടനം മാത്രം കാഴ്ചവെക്കാനാണ് എനിക്ക് അവകാശമുള്ളത്. കാരണം ഈ നിമിഷങ്ങളെന്ന് പറയുന്നത്, ഇനിയും കുറച്ച് ദിനങ്ങളെന്ന് പറയുന്നത് കേരളത്തിലെ മലയാളി സഹോദരങ്ങൾക്ക് നന്ദി അറിയിക്കുക, വിപുലമായി ഒരുപക്ഷെ കേരളം വിട്ട് ജീവിക്കുന്ന, രാജ്യത്ത് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന, ലോകത്ത് പല രാജ്യങ്ങളിലും ജീവിക്കുന്ന, ഭാരതത്തിൻ്റെ യശസ്സിൻ്റെ വളർച്ച കണ്ട് ആനന്ദിക്കുന്ന, അതിന് ഇരട്ടിയായി ഉള്ള വളർച്ച സ്വപ്നം കാണുന്ന മലയാളി സമൂഹത്തിന് ഒരുപക്ഷെ നല്ലൊരു തുടക്കം അവരുടെയൊക്കെ പ്രാർത്ഥനയിലൂടെ, ആ പ്രാർത്ഥന ക്രോഡീകരിച്ച് കൊണ്ടുവന്ന മിത്രങ്ങളുടെ, എൻ്റെ സഹപ്രവർത്തകരുടെ വോട്ട് ക്രോഡീകരിക്കുക, വോട്ട് ഹൃദയങ്ങൾ ക്രോഡീകരിക്കുക എന്ന് പറയുന്ന വളരെ ദുഷ്കരമായ, ശ്രമകരമായ ഒരു അധ്വാനത്തിൻ്റെ പ്രതിഫലനമാണ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ചരിത്രത്തിലാദ്യമായി, മലയാളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മലയാളി തെരഞ്ഞെടുക്കപ്പെട്ട്, അതും ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ മുഴുവൻ പറഞ്ഞ് 100% വേദികളിലും സംസാരിച്ചപ്പോൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്ന ചില വരികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വരി എന്ന് പറയുന്നത്, വെറുതെ ജയിപ്പിച്ചാൽ പോരാ, അഭിമാനമാർന്ന ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞതിന് ഇതിനപ്പുറം എന്താണ് തൃശ്ശൂരിന് നൽകാൻ കഴിയില്ല. ഗംഭീരമാണ്. തൃശ്ശൂരിന്റെ ഹൃദയം ഇത്രയും ഹൃദയ വികാര വിക്ഷേപണം ഒരു ചന്ദ്രയാൻ ലാൻഡിങ് പോലെയാണ്, സക്സസ്ഫുൾ ലാൻഡിങ് പോലെയാണ് എനിക്കിപ്പോ തണുപ്പേകിക്കൊണ്ട്. ഒരുപക്ഷെ ചന്ദ്രന്റെ ഇരുട്ട് വശത്ത് പ്രകാശം പരത്താനായി, ലോകത്തിന്റെ സാന്നിധ്യം അറിയിക്കാൻ ചന്ദ്രയാൻ സ്ഥാപിതമായ അതേ വികാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിന്റെ ഒരുപക്ഷെ രാഷ്ട്രീയ ഭരണ നിർവഹണത്തിന്റെ ഇരുട്ട് ഭാഗത്തേക്ക് നമ്മളെയും കൊണ്ടുവന്ന ഒരു അവസരം തന്ന് മലയാളി ഹൃദയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആ പ്രതിഷ്ഠയ്ക്കുള്ള നന്ദി വാക്കുകളിലൂടെയല്ല, പ്രവർത്തനത്തിലൂടെ. ഇത്രയും കാലം ഇതും ഞാൻ ഉപയോഗിച്ച വാക്കാണ്. കഴിഞ്ഞ ഒരു 4-5 ടേം, 20-25 വർഷം 4-5 MP-മാരെ തെരഞ്ഞെടുത്തയച്ചതിന്റെ ഫലം പരിശോധിച്ച് വിലയിരുത്തി ഒരു വലിയ കയ്യേടി തരുന്ന പ്രവർത്തനം, ഹൃദയം തന്നെ തരുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കും എന്ന് അന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇവിടെ പ്രചരണ യോഗങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളുടെ പിൻബലത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് ഇനിയും പരസ്യമായി പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ട അണികൾക്ക് നടുവിലും പ്രവർത്തകർക്ക് നടുവിലും ഒരുപക്ഷെ ഭാരവാഹികൾക്ക് മുന്നിലും അവരുടെ തേരാളി
അവരെ നയിക്കുന്ന ശ്രീ അനീഷ് കുമാറിനോടും രഘുവിനോടും ഹരിയോടും ഒക്കെ പറഞ്ഞത്, എന്നെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഒരു ബൂത്ത് പ്രവർത്തകൻ ചെയ്യുന്ന ജോലി നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചു, എന്റെ നടുവ് നിങ്ങൾ ഒഴിച്ചു. അതിന്റെ പ്രതികാര നടപടിയായിരിക്കും 5 വർഷത്തെ എന്റെ പ്രവർത്തനം. എങ്ങനെയെന്ന് അറിഞ്ഞിട്ട് കൈയടിച്ചു, എങ്ങനെയും കൂടെ എന്നറിഞ്ഞിട്ട് തോന്നിയാൽ മാത്രമേ കൈയടിക്കാവൂ. ഒരു പഞ്ചായത്തിലും ഞാൻ ഇനി വരില്ല. ജയിപ്പിച്ചു വിടാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ പകുതിയും കൂടെ എന്നെ കൊണ്ട് ചെയ്യിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ 5 വർഷത്തെ കാര്യകർത്താക്കളുടെ പ്രവർത്തനം, ഗൃഹസമ്പർക്കം, അതുകൊണ്ട് തൻകാലിൽ തന്റെ പാർട്ടിക്ക് വേണ്ടി ബലമുണ്ടാക്കിയ ഒരു സിനിമാ താരത്തിന്റെ പേരിൽ അല്ല എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ നിങ്ങൾ പ്രവർത്തനം 5 വർഷം കൊണ്ട് കാഴ്ചവെക്കണം. എന്റെ ഓഫീസിലേക്ക് നിങ്ങളടക്കമാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് വരില്ല. നിങ്ങൾ ആർക്കൊക്കെ വാക്ക് കൊടുത്തോ, ഏതൊക്കെ ഗൃഹങ്ങളിൽ ചെന്ന് ഉറപ്പ് കൊടുത്തോ, അവരെ കൊണ്ട് ഞാൻ നിങ്ങളെ തല്ലിക്കുന്ന രീതിയിൽ പണിയെടുക്കാൻ മതിയാവും. കാരണം ഞാൻ ശിക്ഷണം സ്വീകരിച്ചിരിക്കുന്നത് ആ സിംഹത്തിന്റെ അടുത്തുനിന്നാണ്, തൊട്ട് പിന്നാലെയുള്ള ആ പുലിയുടെ അടുത്തുനിന്നാണ്. പുലി സിംഹം പാവമാണ്. നമുക്കിടയ്ക്ക് ആ താടിയുടെ ഇടയിലോട്ട് കയറി അമർത്തി നമുക്ക് സുഖം പകർന്നെടുക്കാൻ സാധിക്കും. പുലി അതല്ല, പുലിക്ക് താടിയില്ല. പുലി ഒരു കടിച്ചു പറിക്കാരനാണെന്ന് ഇവിടുത്തെ ശക്തി കേന്ദ്ര നേതാക്കൾക്ക് നന്നായിട്ട് അറിയാം. വീട്ടിൽ കൊള്ളാനാണ്. എന്നെ ഇവിടെ ആദ്യമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചത് വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്താണ്. അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ശക്തി കേന്ദ്ര നേതാക്കളെ ഉടനെ കാണുന്നതായിരിക്കുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി അത് സംഭവിച്ചു. 21 ഐറ്റങ്ങൾ അടങ്ങുന്ന ഒരു ലിസ്റ്റ് അവതരിപ്പിച്ചിട്ട് എന്തായി, എത്രയായി, എവിടെ വരെയായി? വളരെ നിരാശപ്പെടുത്തുന്ന ഒരു അവതരണമാണ് അവിടെ അന്ന് ഉണ്ടായത്. ഞാൻ താഴ്ത്തിക്കെട്ടി പറയുന്നത്, എട്ടിത്തടിച്ച പോലെ മൈക്കെടുത്തിട്ട് ആ വാപ്പസ് ഘർ ജായിയെ, आप लायक नहीं है इस काम करने के लिए, अगर जीना है तो पार्टी के लिए जियो. അതില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. പണിയെടുക്കണം പാർട്ടിക്ക് വേണ്ടി. പണിയെടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടിയല്ല. നമ്മുടെ രാഷ്ട്രീയം എന്ത് വാഗ്ദാനം നൽകി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തോ, ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി വരുന്ന ഒരു നട്ടെല്ലിന് നിങ്ങൾ അതിന്റെ പേശിയും അതിന്റെ മസിലുമായി തീരണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് കേട്ടിട്ട് കൈവരിക്കാൻ തോന്നുന്നില്ല. ഇപ്പൊ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ്. അവിടെ നിൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ ആരാണെന്ന് എല്ലാവരും അറിയാം. അതിലൊരു സമവായം വേണം. പിന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഞാൻ 7 മണ്ഡലങ്ങളിൽ വരും, പഞ്ചായത്തുകളിൽ പോലും വരില്ല. 7 മണ്ഡലങ്ങളിൽ വന്ന് അവിടുത്തെ പഞ്ചായത്തുകൾക്ക് വേണ്ടി അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വായിച്ച് അഭ്യർത്ഥിക്കും. ബാക്കി നിങ്ങൾ നടക്കണം. നടന്നേ മതി. അതുപോലെ തന്നെ ഇവിടെ കൗൺസിലാണ്. ഇവിടെ കോർപ്പറേഷൻ കൗൺസിലിലും 55 സീറ്റുണ്ട് അല്ലേ? 11 സ്ഥലത്ത് പോകും. 11 സ്ഥലത്ത് 2-3 ദിവസം കൊണ്ട് പോകും. കാരണം ഉണ്ണികൃഷ്ണൻ മാഷ് പറഞ്ഞ വാഗ്ദാനമൊക്കെ അവരും ശ്രീ നരേന്ദ്രമോദിയൊക്കെ കൂടെ നിങ്ങൾക്ക് തന്നു. എന്നെ കൊണ്ട് ചെന്ന് ഇരുത്തിയിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് എനിക്കിനി ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങളൊന്നുമില്ല എന്ന പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ ഒരു നേട്ടത്തിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ. പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. എൻ്റെ ജോലി അത്രയും ഭാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ലഭ്യത നിങ്ങൾക്ക്
നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പണ്ട് കിട്ടിയിരുന്നത് പോലെ ഒരിക്കലും കിട്ടാനുള്ള സാധ്യതയില്ല. ഞാനെല്ലാം വെട്ടി തുറന്നു, ഒരിക്കലും സൂചിപ്പിക്കാൻ വേണ്ടി പറയാത്ത ആളാണ്, എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ആൾ. എല്ലാം നല്ല പറയാം. അപ്പൊ കൗൺസിലുകളെ സംബന്ധിച്ച് 5 കൗൺസിലിന് ഒരൊറ്റ മീറ്റിംഗ്, അത്രയും പേർക്ക് വേണ്ടി പ്രചരണം നടത്തും. വാഹന പരിപാടിയെല്ലാം ഞാൻ എൻ്റെ നടുവ് ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ കൊടുത്തു കഴിഞ്ഞു. 30 ദിവസമാണ് ഞാൻ ചികിത്സയ്ക്ക് കിടന്നത്. 15 ദിവസം ചികിത്സയും 15 ദിവസം നല്ലിരുന്നു. എനിക്ക് എൻ്റെ ഒരു സിനിമയാണ് നഷ്ടപ്പെട്ടത് ഇലക്ഷൻ കഴിഞ്ഞു. ആ ഒരു സിനിമയ്ക്ക് കിട്ടേണ്ട കാശ് എത്രയാണെന്ന് അതിന്റെ പ്രൊഡ്യൂസർമാർക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായല്ലോ അല്ലേ? ഞാൻ പരാതി പറയുന്നത് അത് നടക്കേണ്ടത് അങ്ങനെയാണ് നടന്നത്. പക്ഷേ ഇനിയിപ്പോ നമ്മൾ പറയുന്ന ഒരു കാര്യം, എങ്കിൽ ഒരു സഹസ്ഥാനാർത്ഥി, ഞാൻ ചേട്ടൻ വിളിക്കുന്ന ആളാണ്, അദ്ദേഹം എൻ്റെ സഹോദരനെ വിളിച്ച് ചോദിച്ചു, അപ്പൊ ഈ ഇലക്ഷൻ പ്രചരണ സമയത്ത് വലിഞ്ഞു നടന്നത്, മുതുകത്ത് ടേപ്പ് ഒട്ടിച്ചതൊക്കെ വെറുതെ ആയിരുന്നില്ല? അതെന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അധ്വാനത്തിന് വിലയില്ലാതായിപ്പോയി. പക്ഷെ അവിടെയും ഞാൻ വിജയിക്കുന്നത് എൻ്റെ അധ്വാനത്തിന് വിലയില്ല എന്ന് കൽപ്പിക്കാൻ അദ്ദേഹമാരാണ്. അദ്ദേഹത്തിന് എന്ത് വിലയാണല്ലോ? ഇല്ല, ഞാൻ പറയുന്നത് എത്രത്തോളം അവഹേളനമാണ് സഹിക്കേണ്ടി വരുന്നത്. ഇന്ത്യൻ ജനാധിപത്യം നശിക്കുന്നു, തുരങ്കം വയ്ക്കപ്പെടുന്നു എന്ന് നിലവിളിക്കുന്ന ഒരു പാർട്ടിക്കാരനാണ് ഇത്. അദ്ദേഹത്തിന്റെ പോസ്റ്ററിൽ പിന്നീട് ഉണ്ടായിരുന്ന ഒരു ഡബിൾ ടോണിലാണ്, അതിൽ തന്നെ ഉണ്ട് ആ ഡബിൾ പ്ലേ, ഡബിൾ ടോണിലാണ് അത് അടിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഡെമോക്രസി അണ്ടർ ഡേഞ്ചർ. ധൈര്യം ഉണ്ടായിരുന്നു വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതാൻ. പോസ്റ്ററിൽ വന്നാണ്, കണ്ടല്ലേ അദ്ദേഹത്തിന്റെ മുഖത്തിന് പിന്നാലെ. ഈ ഒരു പ്രവണത ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ നീതിയാണ്, ന്യായമാണ്. കുറച്ചു നോക്കാൻ നടന്നവരൊക്കെ ഇപ്പൊ എവിടെയാണ്? അവർക്ക് അവര് ഉദ്ദേശിക്കുന്ന പൊരുൾ ഉരച്ചാലൊന്നും സത്യം കിട്ടില്ല. ഉരയ്ക്കണമെങ്കിൽ എൻ്റെ ഹൃദയം എടുത്തു കൊടുക്കാൻ, ഉരച്ച് നോക്കട്ടെ. എൻ്റെ ഹൃദയമാണ് ഉരച്ച് നോക്കുന്നത്. മറുപടിയൊന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട മുഹൂർത്തമേ അല്ല ഇത്. പക്ഷെ എങ്കിലും ഇനി വരുന്ന പ്രവർത്തകർ ഏത് പാർട്ടിയായാലും ശരി തന്നെ ഒരു മാന്യത സ്വയം കൽപ്പിക്കണം. ഞാൻ എൻ്റെ സഹസ്ഥാനാർത്ഥികൾ എന്നല്ലാതെ അവരുടെ പേര് എവിടെയെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടോ? 2 or 3 തവണ പത്രക്കാർ ചോദിച്ചപ്പോൾ ഒരു പേഴ്സണൽ റെഫറൻസിന്റെ ഭാഗമായിട്ട് മുരളിച്ചേട്ടൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ പേരായിട്ട് ഞാനത് പറഞ്ഞിട്ടില്ല. എന്ത് തരം ജനാധിപത്യമാണ് അവർ സ്വപ്നം കാണുന്നത്? എന്ത് തരം ജനാധിപത്യ മര്യാദ ഇല്ലായ്മയാണ് അവർ വളർത്തിയെടുക്കുന്നത്? ഞാൻ ഇതൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ധ്വംസന മനോഭാവത്തെ മീറിയാണ് നമുക്ക് ദൈവം ഈ 75,000 ചില്ലുവാനും വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു തിളക്കമായിട്ട് അനുഗ്രഹമായിട്ട് സമ്മാനിച്ചിരിക്കുന്നു. അത് നമ്മളുടെ വിജയം ഘോഷിക്കാനല്ല, അവരുടെ പതനം ഘോഷിക്കാനാണ് അങ്ങനെ ഒരു ഭൂരിപക്ഷം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് സാധ്യമാക്കി തന്ന രാഷ്ട്രീയമുള്ളതും രാഷ്ട്രീയമില്ലാത്തതും, രാഷ്ട്രീയ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വെറുപ്പുമുള്ള ഒരു സമൂഹം എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്ന് പറയുന്നത് എൻ്റെ ഉറപ്പുള്ള വിശ്വാസമാണ്. ഒരു കാലത്തും ആര് പറഞ്ഞാലും മുടക്കാത്ത വിശ്വാസമാണ്. ആ സമൂഹത്തെ ഏകോപിച്ച് കൊണ്ടുവന്ന, ക്രോഡീകരിച്ചു കൊണ്ടുവന്ന എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ സഹപ്രവർത്തകർക്ക് എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള
നന്ദി രേഖപ്പെടുത്തുന്നു. അത് വാക്കുകളിലൂടെ, പക്ഷേ തീർച്ചയായിട്ടും അടുത്ത എത്ര വർഷമായി എൻ്റെ നേതാക്കന്മാർ തന്നാലും എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഓരോ ആറ്റത്തിലും ഓരോ മോളിക്യൂളിലും അത് സ്ഫുരിക്കും എന്ന് മാത്രം